നമസ്കാരം. നിയമസഭാ സമ്മേളനത്തിന്റെ രണ്ടാം ദിനം രസകരമായിട്ടുള്ള പല സംഭവങ്ങളുമാണ് സഭയിൽ കാണാനിടയായത്. വടികൊടുത്ത് അടിമേടിക്കുന്ന പ്രതിപക്ഷത്തെ തന്നെയാണ് ഇന്ന് സഭയിൽ കണ്ടത്. വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. അതായത് ഇന്ന് രാഹുൽ മാങ്കൂട്ടം സഭയിൽ ഇല്ലാത്തത് കൊണ്ട് പ്രതിപക്ഷം കുറച്ച് സേഫ് ആണെന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് പോലീസ് മർദ്ദനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടിയന്തര പ്രമേയത്തിന് റോജി എം ജോൺ നോട്ടീസ് കൊടുത്തു. ഇങ്ങനെ നോട്ടീസ് കൊടുക്കുന്നതിന് മുമ്പ് ഇവരുടെ പ്ലാൻ വേറൊന്നുമായിരുന്നില്ല. നിലവിൽ പോലീസ് മർദ്ദനവുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകുമ്പോൾ ഒരുപക്ഷെ അനുമതി നൽകാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് ഇങ്ങനെ അനുമതി നൽകുന്നില്ല എന്നാണ് പറയുന്നതെങ്കിൽ സഭ ബഹിഷ്കരിച്ച് മാധ്യമങ്ങളെ കാണാനായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്ലാൻ. പക്ഷേ അനുമതി നൽകുകയും ചർച്ച ചെയ്യാമെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയൻ പറയുകയും ചെയ്തതോടുകൂടി തന്നെ പ്രതിപക്ഷം ശരിക്കും പെട്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി. അതായത് അനുമതി നിഷേധിക്കുമെന്ന് വിചാരിച്ചിരുന്ന വി.ഡി. സതീശനോടും സംഘത്തോടും അനുമതി നൽകി എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരുടെയും മുഖത്ത് കണ്ട ആ ഒരു സങ്കടവും ഭീതിയും ഒക്കെ ഏറെ ചിരിപ്പിക്കുന്നതായിരുന്നു. അങ്ങനെ റോജി എം ജോൺ എഴുന്നേറ്റ് നിന്ന് അടിയന്തര പ്രമേയത്തിൽ അങ്ങനെ ചർച്ച നടത്തി പ്രസംഗം നടത്തുകയാണ്. അതിനുശേഷം രമയും അനൂപ് ജേക്കബും വി.ഡി. സതീശനും ഒക്കെ എഴുന്നേറ്റ് നിന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം അവർ ഉയർത്താൻ വേണ്ടി ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ തകർന്നടിഞ്ഞു വീണത് പിണറായി വിജയന്റെയും കെ.ടി. ജലീലിന്റെയും ഒക്കെ പ്രതികരണത്തിലാണ്. അതായത് പല ഭരണകക്ഷി എം.എൽ.എമാരും യു.ഡി.എഫിന്റെ ഭരണകാലത്തെ പോലീസിനെ തുറന്നു കാട്ടി. സത്യം പറഞ്ഞാൽ ഈ ഒരു അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി കൊടുത്തപ്പോൾ ഇന്ന് ഈ ചർച്ച നടന്നപ്പോൾ തുറന്നു കാട്ടപ്പെട്ടത് യു.ഡി.എഫിന്റെ ഭരണകാലത്തെ നരനായാട്ട് നടത്തുന്ന പോലീസുകാരെയായിരുന്നു. ആ കാലഘട്ടത്തിലെ പോലീസിന്റെ വികൃത മുഖമാണ് ഇന്ന് ഭരണപക്ഷം തുറന്നു കാട്ടിയത്. അത് കണ്ടപ്പോൾ ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായി പിണറായി വിജയന്റെ പോലീസ് സൂപ്പർ ആണെന്ന്. അതായത് പിണറായി വിജയൻ വളരെ വ്യക്തമായി തന്നെ എന്താണ്, ഏത് രീതിയിലാണ് നമ്മുടെ പോലീസ് സംവിധാനം പോകുന്നത്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഏതെങ്കിലും രീതിയിലുള്ള പുഴുക്കുത്തുകൾ ഉണ്ടെങ്കിൽ എങ്ങനെ അതിനെ നേരിടുമെന്നൊക്കെ വളരെ വിശദമായി തന്നെ അദ്ദേഹം പറയുന്ന സാഹചര്യം ഉണ്ടായി. സുജിത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുജിത്ത് 11 കേസിലെ പ്രതിയാണെന്ന് പിണറായി വിജയൻ ഇന്ന് നിയമസഭയിൽ പറയുന്ന സാഹചര്യം ഉണ്ടായി. അതായത് നമ്മൾ തന്നെ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ പിണറായി വിജയൻ പറയുന്ന സാഹചര്യം ഉണ്ടായി. ഇരുമ്പ് വടി കൊണ്ടും വാളുകൊണ്ടും ഒക്കെ ആക്രമണം നടത്തിയിട്ടുള്ള കേസിലെ പ്രതിയാണ് ഈ പറയുന്ന സുജിത്ത്. അല്ലാതെ ഇയാൾ ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതിന്റെ പേരിലുള്ള കേസ് മാത്രമല്ല. അങ്ങനെ എല്ലാ കാര്യങ്ങളും പിണറായി വിജയൻ പറയാൻ തുടങ്ങിയതോടുകൂടി തന്നെ സുജിത്ത് എന്ന് പറയുന്ന ക്രിമിനലിനെ തുറന്നു കാട്ടാൻ തുടങ്ങിയപ്പോൾ അവിടെ പെട്ടുപോയി വി.ഡി. സതീശനും സംഘവും. അവസാനം എന്താണ് സംഭവിച്ചത്? അവസാനം ഇവരെല്ലാരും കൂടി ഇന്ന് വെള്ളം കുടിക്കുകയാണ്, ഒരു ഉത്തരം പോലും പറയാൻ കഴിയാതെ. അങ്ങനെ വി.ഡി. സതീശനോട് പിണറായി വിജയൻ ചോദിക്കുന്നു, നിങ്ങളുടെ ഭരണകാലത്ത് ഏതെങ്കിലും പോലീസിനെതിരെ നിങ്ങൾ എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് പറയുന്നു. മാറാട് കലാപം, തലശ്ശേരി കലാപം, അങ്ങനെ തുടങ്ങി യു.ഡി.എഫിന്റെ ഭരണകാലത്തെ എല്ലാ കലാപങ്ങളും, എന്തിന് ഭൂമിക്ക് വേണ്ടി സമരം ചെയ്ത ആദിവാസികളെ വെടിവെച്ചു കൊന്ന മുത്തങ്ങ വിഷയത്തിലെ ആ സംഭവം പോലും അതൊക്കെ എടുത്തു കാണിച്ചുകൊണ്ട് അത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് ചോദ്യം ചോദിച്ചു. ഏതെങ്കിലും ഉദ്യോഗസ്ഥർക്കെതിരെ നിങ്ങൾ നടപടി സ്വീകരിച്ചതായിട്ട് പറയാമോ എന്ന് ചോദിച്ചപ്പോൾ വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും ഈ കെ.പി.സി.സി അധ്യക്ഷനായിട്ടുള്ള സണ്ണി ജോസഫും ഒക്കെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന ഒരു കാഴ്ച കാണാനിടയായി. രസകരമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു. മാത്രമല്ല ഇതിനിടയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവരെ വിട്ടില്ല. അവരെ വീണ്ടും വീണ്ടും ചൊടിപ്പിച്ചു. കണക്കുകൾ നിരത്തി പറഞ്ഞത് ഇങ്ങനെയാണ്: 2016 മെയ് മുതൽ 2024 ജൂൺ വരെ 108 പോലീസുകാരെ പിരിച്ചുവിട്ടു. അതുപോലെ തന്നെ 2024 മുതൽ 2025 സെപ്റ്റംബർ വരെ 36 പേരെ പിരിച്ചുവിട്ടു. അങ്ങനെ 144 പേരെ പിരിച്ചുവിട്ടൊരു കണക്ക് പിണറായി വിജയൻ പറയുന്നുണ്ട്. യു.ഡി.എഫിന്റെ ഭരണകാലത്ത് ഏതെങ്കിലും ഒരാളെ പിരിച്ചുവിട്ടിട്ടുണ്ടോ എന്ന് പിണറായി വിജയൻ ചോദിക്കുന്നു. അങ്ങനെ ഒന്നിനും ഉത്തരം പറയാൻ കഴിയാതെ വി.ഡി. സതീശനും സംഘവും വിയർത്ത് ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇതിനിടയിൽ മറ്റൊരു രസകരമായിട്ടുള്ള സംഭവം കൂടി ഉണ്ടായി. അതായത് ഈ വിഷയത്തിൽ മാത്യു കുഴൽനാടൻ, അതുപോലെ തന്നെ രമ, അനൂപ് ജേക്കബ് ഇവരൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നുണ്ട്. ഇവരെല്ലാവരെയും അടിച്ചിരുത്തിക്കൊണ്ട് കെ.ടി. ജലീലിന്റെ ഒരു പ്രതികരണം കൂടി അവിടെ ഉണ്ട്. കെ.ടി. ജലീല് രാഹുൽ മാങ്കൂട്ടത്തിനെയും പി.കെ. ഫിറോസിനെയും ഒക്കെ അരച്ച് ഒരൊറ്റ നീക്കാണ് എന്ന സഭയിൽ നടത്തിയിട്ടുള്ളത്. എന്തായാലും അദ്ദേഹത്തിന്റെ പ്രതികരണം ഞാനൊന്ന് വായിക്കാം. ഇങ്ങനെയാണ് അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞത്: മുഖ്യമന്ത്രി മറുപടി പറയാൻ എഴുന്നേൽക്കുമ്പോൾ ബഹിഷ്കരിച്ച് പോകരുതെന്ന് പറയുകയാണ്. പൊതുവെ അങ്ങനെയാണ് സംഭവിക്കാറുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകും. ആ മറുപടി നൽകുന്നതിന് മുമ്പ് ബഹിഷ്കരിച്ച് ഇവർ മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് ഓടാറാണ് പതിവ്. അതുകൊണ്ട് ആരും അങ്ങനെ പോകരുതെന്ന് പറയുന്നു. ശേഷം അദ്ദേഹം പറയുകയാണ്: സർ, എല്ലാ രംഗത്തും പുഴുക്കുത്തുകളുണ്ട്, അത് ശരിയാണ്. ഉദ്യോഗസ്ഥ മേഖലയിൽ, പോലീസ് മേഖലയിൽ, രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ എല്ലാം ഇങ്ങനെ ഉണ്ട്. ഒരു കുട്ടിയുടെ ജനിക്കാനുള്ള അവകാശത്തെ നിഷേധിച്ച് ഭ്രൂണത്തിൽ തന്നെ ആ കുട്ടിയെ കൊന്നുകളഞ്ഞു എന്ന ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തെ പോലെയാണോ എല്ലാ യൂത്ത് കോൺഗ്രസുകാരും, എല്ലാ കോൺഗ്രസുകാരും? ഒരിക്കലുമല്ല. ഇവിടെ ഇരിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെയും
കോൺഗ്രസിന്റെയും ഒക്കെ നേതാക്കന്മാരെ ഞാൻ ആ ഗണത്തിൽ പെടുത്തില്ല. സർ, യൂത്ത് ലീഗിന്റെ പ്രവർത്തനം നാട്ടിൽ നടത്തുകയും 5.25 ലക്ഷം രൂപ ഗൾഫിൽ നിന്ന് പണം പറ്റുന്ന മായാവിയായിട്ടുള്ള രാഷ്ട്രീയക്കാരൻ PK ഫിറോസിനെ പോലെയാണ് എല്ലാ യൂത്ത് ലീഗുകാരും എന്ന് ഞാൻ പറയുമോ? അവരൊക്കെ പുഴുക്കുത്തുകളാണ്. അവരെ പോലെയാണ് എല്ലാ യൂത്ത് ലീഗുകാരും എന്ന് ഞാൻ പറയില്ല എന്ന് പറയുന്നു. അപ്പോ അദ്ദേഹം എന്നിട്ട് പറയുന്നു, അപ്പോ രാഹുൽ മാങ്കൂട്ടത്തെയും PK ഫിറോസിനെ പോലെയുമാണ് കോൺഗ്രസുകാരും ലീഗുകാരും എന്ന് പറയുന്നത് പോലെയാണ് ചില പോലീസിലെ പുഴുക്കുത്തുകളെ മുൻകൂട്ടി നിശ്ചയിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവരെ പോലെയാണ് കേരള പോലീസ് എന്ന് പറയുന്നത് എന്ന നല്ല ഗംഭീരമായിട്ടുള്ള ഒരു ഉദാഹരണം നിർത്തിയിട്ടുള്ള ഒരു പ്രതികരണമാണ് ഇന്ന് KT ജലീൽ നടത്തിയത്. സത്യം പറയുന്നത് KT ജലീൽ ഷോയും അതുപോലെ തന്നെ പിണറായി വിജയൻ ഷോയും തന്നെയാണ് നമുക്ക് സഭയിൽ കാണാൻ സാധിച്ചത്. ശേഷം എല്ലാം കഴിഞ്ഞപ്പോൾ പതിവ് പോലെ തന്നെ VD സതീശൻ ആംഗ്യങ്ങൾ കാണിക്കുന്നു, ഇറങ്ങി ഓടിയാലോ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പോകാം, ബഹിഷ്കരിക്കാമെന്നൊക്കെ രീതിയിൽ സിഗ്നലുകൾ കൊടുക്കുന്നുണ്ട്. അവസാനം പറയുന്നു, VD സതീശൻ എഴുന്നേറ്റ് നിന്നപ്പോൾ ഷംസീറിന്റെ കാര്യം മനസ്സിലായി. സ്പീക്കർ ചോദിക്കുന്നത് എന്താണ് പ്രശ്നം VD സതീശ എന്ന് ചോദിക്കുമ്പോൾ സതീശ പറയുന്നു, ഞങ്ങൾ ബഹിഷ്കരിക്കുകയാണ്, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ബഹിഷ്കരിച്ച് പോവുകയാണ് എന്ന് പറഞ്ഞ സഭയിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. സത്യത്തിൽ ഇതാണ് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്. ഏതൊരു വിഷയത്തിലും മറുപടി ലഭിച്ചു കഴിഞ്ഞാൽ VD സതീശനും സംഘവും ഉത്തരം മുട്ടിയാൽ സഭ ബഹിഷ്കരിക്കും, ശേഷം മാധ്യമങ്ങളെ കാണും. അത് തെറ്റിയില്ല. ഇന്ന് മാധ്യമങ്ങളെ കണ്ടു. മാധ്യമങ്ങളെ കണ്ട ശേഷം തോറ്റമ്പിയെ VD സതീശൻ ഞങ്ങൾ ജയിച്ചേ എന്ന മട്ടിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് കുറെ നുണക്കഥകൾ പടച്ചുവിട്ടു. ഇവർ ചോദിച്ച ഓരോ ചോദ്യങ്ങൾക്കും എണ്ണി പിണറായി വിജയൻ ഉത്തരം നൽകി. ആ ഉത്തരം കേട്ട് അവസാനം പണി പാളിയ VD സതീശനും സംഘവും സങ്കടം തീർത്തത് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് കുറെ ന്യായീകരണ ക്യാപ്സ്യൂളുകൾ ഇറക്കിയായിരുന്നു. ആഭ്യന്തര വകുപ്പ് മന്ത്രി ഒന്നും മിണ്ടില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ് VD സതീശനും സംഘവും നടത്തിയത്. ഇന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയൻ എല്ലാത്തിനും വ്യക്തമായ ഉത്തരം നൽകിയതിൽ ചില കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിരവധി പോലീസ് മർദ്ദനങ്ങൾ ഉണ്ടായി, ശരിയാണ്. ആ മർദ്ദനവുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ത് തീരുമാനമെടുത്തു, ഏതൊക്കെ രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ചു എന്നതിനെ പറ്റിയുള്ള ചർച്ചകളൊക്കെ പലയിടങ്ങളിലും ഒക്കെ ഉയർന്നു കേട്ടിരുന്നു. പിണറായി വിജയൻ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയാൽ ആ പ്രതികരണത്തെ വളച്ചൊടിച്ച് പല രീതിയിൽ അന്തിച്ചർച്ച നടത്തുന്ന മാധ്യമങ്ങളാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത്. പക്ഷേ പിണറായി വിജയൻ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റാൻഡ് സ്വീകരിച്ചു. സഭയിൽ എല്ലാ അംഗങ്ങളും ഇരിക്കുമ്പോൾ എന്ത് നടപടിയാണ് താങ്കൾ സ്വീകരിച്ചത് എന്നതിനെ പറ്റി അദ്ദേഹം വിശദീകരിച്ചു. ആരൊക്കെ പിരിച്ചുവിട്ടു, നിരവധി ഇത്തരത്തിലുള്ള വിഷയത്തിൽ പലർക്കും കൊടുത്തിട്ടുള്ള പണിഷ്മെന്റുകളെ പറ്റി സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായി, സസ്പെൻഷനുകളെ പറ്റി സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായി, പുറത്താക്കിയവരെ പറ്റി സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായി. വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അദ്ദേഹം ഇന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും എല്ലാവർക്കും അതുകൊണ്ട് തന്നെ ഇതിന്റെ വസ്തുത മനസ്സിലാക്കാൻ സാധിച്ചു. പൊതുവെ ഒരു വാർത്താ സമ്മേളനമാണ് അദ്ദേഹം നടത്തിയിരുന്നതെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹം ഒരു ചെറിയ പ്രതികരണമാണ് നടത്തിയിരുന്നതെങ്കിൽ ഒരിക്കലും അതിന്റെ ഫുൾ വീഡിയോ പുറത്തു വരാൻ സാധ്യതയുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് സഭയിൽ നടത്തിയത് കൊണ്ട് സഭയിൽ അത് രേഖയായിട്ട് നിലനിൽക്കുന്നു. ആർക്ക് വേണമെങ്കിലും ഒരു വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടാൽ ആ വിഷയത്തിൽ എന്ത് നടപടിയെടുത്തു എന്നുള്ള കാര്യത്തെ പറ്റിയുള്ള വ്യക്തമായിട്ടുള്ള രേഖ നമുക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും. എന്തായാലും പിണറായി വിജയൻ സഭയിൽ പറഞ്ഞത് മാച്ചു കളയാൻ കഴിയില്ല. അതുകൊണ്ട് അദ്ദേഹം വളരെ വസ്തുത നിരത്തിക്കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും ഭരണപക്ഷത്തിനെ ആക്രമിക്കാനോ അല്ലെങ്കിൽ ഭരണപക്ഷത്തിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ നിലയുറച്ചു നിൽക്കാനോ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. എന്തായാലും രണ്ടാം ദിനവും തേഞ്ഞൊട്ടിയ പ്രതിപക്ഷത്തെയാണ് കാണാൻ സാധിച്ചത്. ഇനിയിപ്പോ നാളെ മൂന്നാം ദിവസമാണ്. മൂന്നാം ദിവസം രാഹുൽ മാങ്കൂട്ടം വല്ലതും കയറി വന്നാൽ തീർന്നു മോനെ സതീശ എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും അതിഗംഭീരമായിട്ടുള്ള കൗതുകകരമായിട്ടുള്ള അതുപോലെ തന്നെ ഏറെ രസിപ്പിക്കുന്ന ഒരു സഭാ സമ്മേളനം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷം കൂടുതൽ പരിതാപകരമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.